നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈശ്വര, കൃഷ്ണ, കൃത്യസമയത്ത് മാഡത്തിന് അങ്ങനെ സഹായിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ വരുൺ എപ്പോഴും പുറത്തെത്തില്ലായിരുന്നു. വരുണിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമ തന്നെ ആയിരുന്നില്ലേ? അതെ, എന്റെ കടമ തന്നെയാ. വരുണതറിയണ്ട, ആരും അതറിയണ്ട. മോളെ, ഒരുപാട് നേരമായി പൂജാമുറിയിലിരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടതമ്മേ. നമ്മൾ വിചാരിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തന്നാല് ഭഗവാനെ വേണ്ടോളം നമ്മൾ പൂജിക്കണ്ടേ? എന്റെ മുഖത്തൊരു സങ്കടം വന്നാല് അപ്പൊ തന്നെ ഫിദ മാഡത്തിന് അതിന് പരിഹാരം കാണണം. ഞാൻ ആ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. ആ പർദ്ദയ്ക്കുള്ളില് ഒരു ദേവിയുടെ മുഖം എന്റെ സങ്കല്പത്തില്. എന്നെങ്കിലും ഒരിക്കൽ അവരുടെ ആ മുഖം എനിക്ക് കാണണം. മുഖം മൂടിയിരിക്കുന്നത് അവരുടെ ആചാരമല്ലേ? നിർബന്ധമായിട്ട് കാണണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. പക്ഷേ എന്നെങ്കിലും ഒരിക്കല് മാഡത്തിന്റെ മുഖം ഞാൻ കാണുക തന്നെ ചെയ്യും. മാഡം എന്നെ തൊടുമ്പോ, ചേർത്ത് പിടിക്കുമ്പോ, അമ്മ എന്നെ തൊടുമ്പോ എനിക്ക് എന്താ തോന്നുന്നേ? ശരിക്കും അമ്മയെ പോലെ തന്നെയാ. അവർക്ക് എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല. മോളോടുള്ള അവരുടെ കരുതല് ഒരു അമ്മയുടെ വാത്സല്യം തന്നെയാ. വിഷമം തോന്നുന്ന ഒരു വാക്ക് പോലും മോളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. അമ്മ, ഫിദ മാഡം വഴി വരുണിനെ രക്ഷിച്ചത് ഞാനന്ന് ആരോടും പറയണ്ട കേട്ടോ. അങ്ങനെ അറിഞ്ഞാല് അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കും. അതിനെ കുറ്റം പറയാൻ ആളുകളും ഉണ്ടാവും. വേറൊന്നും പ്രതീക്ഷയല്ല ഞാനതൊക്കെ ചെയ്തത്. മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു. കടപ്പാട് എനിക്കും ഉണ്ടല്ലോ. വരുൺ സുഖമായിട്ട് ജീവിക്കട്ടെ. എന്റെ കൈ പിടിച്ചതിന്റെ പാവം അയാളുടെ തലയിൽ വീഴാതിരിക്കട്ടെ. അല്ലേ? മോനെ, എന്തു പറ്റി? എന്തിനാ മോളെ നീ കരഞ്ഞത്?
എന്ത് പറ്റി മുത്തശ്ശി? എന്താ? പത്മിനി, നീ കാര്യം പറ. ഒരു സ്വസ്ഥതയില്ലമ്മേ. കണ്ണടച്ചൊരു ദിവസം ഞങ്ങൾ മാത്രമാണ് കാണുന്നത്. വരുണിന് എന്തോ ആപത്ത് വരാൻ പോകുന്നെന്ന് ഈശ്വരന്മാര് സൂചന തരുന്ന പോലെ. ശ്ശേ, നോക്ക്, മനസ്സിൽ ആദ്യമായിട്ട് കിടന്നുറങ്ങിയിട്ടാ. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് കൊണ്ടാവും. അച്ഛന് ഭേദമായെന്ന് ഡോക്ടർമാര് പറഞ്ഞത് കൊണ്ടല്ലേ അമ്മയോട് ഇങ്ങോട്ട് പോന്നോളാൻ ചെറിയച്ഛനും ഗൗതമും ഒക്കെ പറഞ്ഞത്. അമ്മേ, നമ്മുടെ കുടുംബത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. വരുണിനെ ആരും വേട്ടയാടുന്നുണ്ട്. എനിക്കതിൽ സംശയമൊന്നുമില്ല. നമ്മള് എന്താ അമ്മ ചെയ്യാ? അച്ഛൻ നാളെ ഡിസ്ചാർജ് ആവില്ലേ? അച്ഛൻ വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം തീരുമമ്മ. വരുണും അച്ഛനും തമ്മിലുണ്ടായിരുന്ന അകൽച്ച പോലും അവസാനിക്കും. പിന്നെ എന്താ അമ്മ? അതല്ല, പത്മിനി പറഞ്ഞതിലും കാര്യമുണ്ട്. കണിമംഗലത്ത് എന്തോ ഒരു പ്രശ്നം വന്ന് കയറിയിട്ടുണ്ട്. ഓരോരുത്തരെയായി അത് ബാധിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. കുടുംബ ജോത്സ്യരെ വിളിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടും കാലം കുറയായി. നാളെ തന്നെ ജോത്സ്യരെ ഒന്ന് വിളിപ്പിക്കണം. എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുകയാവാം. ജോത്സ്യം വന്ന് കേറിയാലേ ഇനിയിപ്പൊ പ്രശ്ന പരിഹാരങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. അയാൾക്ക് കോളടിക്കുന്ന കാര്യമാണല്ലോ. നിനക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കൽപ്പനെ. നീ പൊയ്ക്കോ. ഇതേ ഞങ്ങൾ മുതിർന്നവർ തമ്മിൽ തീരുമാനിച്ചോളാം. ഞാൻ വല്ലാതെ പേടിച്ചു പോയമ്മേ. സാരമില്ല, ഇനി തനിച്ച് കിടക്കണ്ട. ഞാൻ നിന്റെ കൂടെ കിടന്നോളാം. വേണ്ടമ്മേ, അമ്മ പൊയ്ക്കോ. വേണ്ടടി, എന്തായാലും നാളെ നേരം വെളുത്ത് ജോത്സ്യം വരട്ടെ. സൂചന തന്ന ദൈവം പരിഹാരവും കാണിച്ചു തരും. തന്നിരിക്കുന്ന ജാതകക്കാരന്റെ നക്ഷത്രം വെച്ച് പരിശോധിക്കുമ്പോ കാര്യങ്ങൾ അല്പം അപകടത്തിലേക്കാണല്ലോ ഭാരതിയമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.